കേരളത്തിലെ മുതിർന്ന യുക്തിവാദിയും ഭാരതീയ യുക്തിവാദ സംഘത്തിന്റെ സ്ഥാപകനും അരനൂറ്റാണ്ടുകാലമായി യുക്തിവാദ രംഗത്ത് സജീവമായിരിക്കുന്ന ശ്രീ പി സുമനന്റെ സഹപ്രവർത്തകനുമായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സാർ സംസാരിക്കുന്നു. ശ്രീനി സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ പവനും സുമനും കേരളത്തിന്റെ സാംസ്കാരിക യുക്തിവാദ ചരിത്രത്തിൽ പ്രമുഖരായ പല ആൾക്കാരും കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അവരുടെ രണ്ടാം തലമുറ എന്ന് പറയാവുന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് ഇവർ. പവനൻ തുടക്കത്തിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസവും കഴിയാനായിട്ട് നേരെ പട്ടാളത്തിൽ പോയി ചേരുകയില്ല. പട്ടാളക്കാരനായി കുറെ കാലം അദ്ദേഹം സേവനാനുഷ്ഠിയൊക്കെ ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് പത്രപ്രവർത്തനത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണത്തിൽ കടന്ന് കഴിഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് പിന്നീട് പല പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾക്ക് ലേഖനങ്ങൾ, റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ആയിരത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായി മാറുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ജിഗ്വയായി ഇന്നും നിലനിൽക്കുന്ന ദേശാഭിമാനിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപകനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളരുന്ന ദിവസങ്ങൾ പോലും പവനായിരുന്നു പത്രത്തിന്റെ ചുമതലക്കാരൻ. രണ്ടായി വിഭജിക്കപ്പെട്ടതിനു ശേഷം പിന്നീട് പവന് ദേശാഭിമാനിയിൽ പിൻവാങ്ങുകയും ജനയുഗത്തിന്റെയും നവയുഗത്തിന്റെയും ഒക്കെ ചാർജ് മാറുകയും പൂർണ്ണമായും ഐക്കാരായി മാറുകയും ചെയ്യുകയാണുണ്ടായി. CPIയുടെ ശൈലിയിൽ വന്ന ശേഷം അവരുടെ മുന്നണി പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട വക്താവ് തന്നെയായിരുന്നു പവന്. 57 EMS സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയം നോക്കിയപ്പോൾ കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് പവനന്റെ വാച്ചാണ് അദ്ദേഹത്തിന് സമയം നോക്കാനും കെട്ടിക്കൊണ്ടു. അത്തരം ബന്ധം അന്ന് പവനുണ്ട്. പവനെ നമ്മൾ അറിയപ്പെടുന്ന വലിയ യുക്തിവാദിയാണ്. പക്ഷേ അതിലുപരി പവനന് കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ ഒരു സ്ഥാനമായിട്ടുണ്ട്. അദ്ദേഹം 40 പരം ഗ്രന്ഥങ്ങളുടെ കർത്താവായി. അതുപോലെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി 10 വർഷക്കാലം ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമായി. ഒരുപക്ഷെ CPIയുടെ ഒരു ബന്ധമുണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും ആ കസേരയാണ് ചോദ്യം ചെയ്തത്. ആ കസേരയിലിരിക്കാൻ അദ്ദേഹം യോഗ്യനായി. നിത്യവും പ്രഭാഷണങ്ങളും എഴുത്തും സജീവമായി. എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. മിക്കവാറും ആഴ്ചയിൽ 1-2 ദിനപത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ലേഖനം ആനുകാലിക സംഭവത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ, ലേഖനങ്ങൾ വരുമായിരുന്നു. അത് യുക്തിവാദ സംബന്ധമായിട്ടുള്ള ഐഡിയയുടെ ശക്തമായ പ്രചരണം പവനന്റെ ഈ തോഴിയിൽ നിന്ന് വന്ന് ദിനപത്രങ്ങളിൽ സജീവമായി. അദ്ദേഹത്തിന്റെ മരണശേഷം ദിനപത്രങ്ങളിൽ യുക്തിവാദ സംബന്ധമായുള്ള ലേഖനങ്ങളുടെ ആ പ്രവാഹം നിലച്ചു എന്ന് തന്നെ പറയും. ഒരു സജീവമായി അങ്ങനെ എഴുതാറില്ല. അങ്ങനെയുള്ള പവന് അവസാന ഘട്ടത്തിലായി അദ്ദേഹത്തിന് ബുദ്ധിപരമായി ചില മാന്യതയുണ്ടായി. അങ്ങനെ വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുന്ന കുറിച്ചുണ്ട്. ഒരു ദിവസം അദ്ദേഹം 1-2 യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാവുകയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റായ മൊമെന്റില് ഈ ഓർമ്മകേട് കൂടിക്കൂടി വന്നു എന്നുള്ളത്.
അവസാനം അദ്ദേഹത്തിന്റെ ബോധം ഏകദേശം പൂർണ്ണമായും നിരാന്തമാണ്. ആ മരുന്നുകളൊന്നും അദ്ദേഹത്തിന് ഇറക്കാതെ അങ്ങനെ വീട്ടിൽ പൂർണ്ണമായും വിശ്രമിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ ഞാനും എന്റെ അതിന്റെ സുഹൃത്തുക്കളുമായി അദ്ദേഹത്തെ കാണാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലുള്ള ഒരു പ്രായം ചെന്ന അമ്മ ഒരു ഇടവഴിയിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വിശ്വസിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം അടുത്തിരുന്ന ഒന്നിൽ വഴി എന്നെ പരിചയപ്പെട്ടു. ഒക്കെ അബ്ദുൽ മാഷ് ഡോക്ടർ കെ സ്ലിമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ തിളക്കവും ഉണർവും അനുഭവപ്പെടുന്നു. അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതുകൊണ്ടാണ് മാനസികമായി നിലച്ചിരുന്നുവെങ്കിലും അന്ന് കാണാൻ കഴിയും. ഞങ്ങൾ അന്ന് എന്റെ താമസിയാതെ വരികയും ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് യുക്തിവാദി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. ആ അവാർഡ് 2006 അവാർഡ് പവന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എലൈറ്റ് ആശുപത്രിക്കാർക്ക് അവിടെ ഓഡിറ്റോറിയം അവിടെ ബുക്ക് ചെയ്തിട്ട് ആ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ യോഗത്തിൽ വരാൻ കഴിയും. പകരം വന്നത് അദ്ദേഹത്തിന്റെ പത്നി പാർവതി പവനിൽ വന്നാണ് അത് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നെ അറിയുന്നത് ഇതിനു ശേഷം എനിക്കെന്തൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിന്റെ പേര് യുക്തിരാജ്യമായിരുന്നു. ആ യുക്തിരാജ്യത്തിൽ കവർ സ്റ്റോറി പാർവതി പവനും കൂടി ഇരിക്കുന്നതായിട്ടുള്ള കവർ സ്റ്റോറി അത് എഴുതി. ആ കവർ സ്റ്റോറിയിൽ ഞാനൊരു കാര്യം സംശയിച്ചു. അതായത് പവനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വളരെ സജീവമായി എഴുതുകയും വായിക്കുകയും ദീർഘകാലം ചെയ്തു വരുന്നതാണ്. സാധാരണ നമുക്ക് മുസ്ലിം പോലെയുള്ള എത്രയും പ്രമുഖന്മാര് പാണ്ഡിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെ കൂടുതൽ ആർസിവേഷനിലേക്ക് പോകുന്ന കണ്ടിട്ടില്ല. അപ്പൊ പവന് ഇങ്ങനെ സംഭവിച്ചതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇത് സ്വാഭാവികമായി സംശയിച്ചതാണ്. അതായത് പവന് വളരെ സജീവമായി മതങ്ങൾക്കെതിരെ ശക്തമായി നിരന്തരം കേരളത്തിന്റെ സാംസ്കാരികത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവ് കെട്ടിയിടാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ സ്വാഭാവിക സംശയിക്കണം. കാരണം ആശുപത്രിയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിലേക്ക് അസുഖം ഒന്നിനൊന്നിന് കൂടുകയും അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അപ്പൊ ഞാനിത് അന്ന് ഈ മാഗസിൻ എഴുതിയപ്പോൾ ഡോക്ടർ മനോജ് തോമസ് എന്ന് പറഞ്ഞത് ഡോക്ടർമാര് തന്നെ എനിക്ക് കുറിപ്പയച്ചു അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, അതിനെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പത്രത്തിൽ വന്ന് ഇതെല്ലാം കണ്ടിട്ട് അന്ന് മാധ്യമ പത്രം പിറ്റേന്ന് റിപ്പോർട്ട് വേണം ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒരു ബോക്സ് വാങ്ങും, അവന്റെ പടവും കൊടുത്തിട്ട് അവന്റെ ഇന്നത്തെ അവസ്ഥയെ കാണിട്ടുണ്ട്. അതൊരു നീണ്ട ഗ്യാപ്പ് കിട്ടും. അവന് സാംസ്കാരികമായ മേഖലയിൽ നിന്നും ഇനാക്റ്റീവായി മാറിയിട്ട് സംഘടനയും അദ്ദേഹം സജീവമല്ല, അല്ലാതെ സാംസ്കാരിക രംഗത്ത് എഴുത്തിന്റെ മേഖലയിൽ എങ്ങും സജീവമല്ല. അദ്ദേഹം ദീർഘമായി കുറെ വർഷങ്ങൾ തടവറയിലതുപോലെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് മാധ്യമക്കാരനെ പെട്ടും ഞെട്ടലുണ്ടായത്. മാധ്യമം ഇങ്ങനെ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എഴുതി തന്നെ പത്രം കുറിപ്പെഴുതി എന്നുള്ളതാണ്. തുടർന്ന് ഞാൻ പല പ്രാവശ്യവും പാർവതി പവനെ വിളിക്കാം. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പവനാണ് ഇത്രയും കാലം എഴുത്തുകൾ നടത്തിയിട്ടുള്ളത്, പവനെ കുറിച്ച് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവിടത്തേക്ക് ഒരു സ്മരണ എഴുതി തുടങ്ങിക്കൂടെ. അങ്ങനെ ചോദിക്കുകയും അവരെ തുടങ്ങുകയും ചെയ്തു. എഴുതിയ അധ്യായങ്ങൾ എന്നോട് വിളിച്ചു പറയാറുണ്ടായിരുന്നു. അത് പുസ്തക രൂപത്തിൽ
ആകുന്നതിന് മുമ്പ് തന്നെ ആ രണ്ട് പ്രസാദകർ, വലിയ പ്രസാദകർ മത്സരത്തിന് മാതൃഭൂമിയും മാതൃഭൂമി. പാർവതി മോഹൻ എഴുതിയ പവനപർവ്വം വേണ്ടാന്നും പേരും തോന്നുന്നു. ആ പുസ്തകം 2 വട്ടം പ്രകാശിപ്പിക്കാൻ പ്രസാദിപ്പിക്കാൻ വേണമെന്ന് കണ്ട് നിർബന്ധമായി. പക്ഷെ അതിൽ എനിക്കൊന്ന് മാധ്യമം വാരികയിൽ ഇത് പ്രസിദ്ധീകരിച്ച് തോന്നുന്നു. പക്ഷെ ഇത് പുസ്തക രൂപത്തിലാക്കുന്ന മാതൃഭൂമി. അപ്പൊ അങ്ങനൊരു ചിത്രമാണ് നമുക്ക് പവനെ കുറിച്ച് ഉള്ളത്. പവന് വെറും യുക്തിവാദം എന്നതിലുപരി കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ മുറിചൂടാമല്ലന്മാരിൽ ഒരേറെയുള്ള മകനീയമായ ഒരു ഉയർന്ന സ്ഥാനം കൂടി പവനുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നു പവൻ. സുമനൻ സാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ. സുമനൻ സാറിന് ഈ പേര് ഇട്ടപ്പോൾ തന്നെ അതിനെ വേണ്ടിയിട്ട് ഒരു മനുഷ്യത്വമുള്ള ആളുടെ ചിന്തകൾ ഉണ്ടായത് വരത്തോളൂ. അതായത് നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ മക്കൾക്ക് പേരിടുമ്പോൾ ഓരോരുത്തരും അവരുടെ മതവിശ്വാസങ്ങൾ, അവരെ ഇഷ്ടപ്പെട്ട ആരാധകർ അവരുടെയൊക്കെ പേരിന്റെ ചുവട് പിടിച്ചിട്ടാണ് മക്കൾക്ക് പേരിടും. കമലഹാസന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന ഒരു മുസ്ലിം സഹോദരനുണ്ടായിരുന്നു. അയാളുടെ പേര് ഹസൻ എന്നായിരുന്നു. ആ പേര് കമൽഹാസന് ചേർത്തു എന്ന് പറയുന്നു. എന്റെ മകനെ ഒരു പേരിടാൻ വേണ്ടി ഞാൻ ആകുന്ന പണിയൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഗോപാലകൃഷ്ണനോ ശിവനെന്നോ അല്ലെങ്കിൽ രാമേശ്വരനോ ഒന്നും ഇടാൻ പറ്റുന്നില്ല, ഒരു വിധത്തിലേക്ക് പറ്റുന്നില്ല. ഞാൻ അവസാനം കടഞ്ഞെടുത്ത പേര് മാനവികനം. മാനവികൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള, ഹ്യൂമനിസ്റ്ററുള്ള, അർത്ഥമുള്ള പേരല്ലാതെ വേറെ പേര് എനിക്ക് ഇടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മകനിട്ടേക്കുന്ന പേരങ്ങനെയാണ്. ഇതുപോലെ ചിന്തിച്ചിരിക്കണം സുമൻ സാറിന്റെ അച്ഛൻ. സുമൻ സാറിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അതേ SNDP യോഗത്തിന്റെ പ്രവർത്തകനായിരുന്നായിട്ട് പറയുന്നുണ്ട്. SNDP യോഗം ഉണ്ടായിരുന്ന നാരായണ ഗുരുവിന്റെ ചിന്തകളിൽ നിന്നാണ്. അപ്പൊ നാരായണ ഗുരു അവസാന കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ തനി വിശ്വാസിയാണ്, സന്യാസ ജീവിതം നയിക്കുന്നത് തനി ദൈവിക വിശ്വാസിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്വൈതിയായി മാറുന്നു. ദൈവം രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് മാറുന്നു. അങ്ങനെ ആലുവ പോലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാകും. അതെല്ലാം കുറെ കഴിഞ്ഞോടുകൂടി ഈ ദൈവം രണ്ടുമില്ല, ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുന്നു. കൊല്ലം പട്ടത്താനത്ത്, എന്റെ എന്റെ പട്ടത്താനമാണ് കൊല്ലത്തെ. അവിടെ കൊല്ലത്തെ ഏറ്റവും വലിയ ഈഴവ പ്രമാണിയായിരുന്ന ഒരു അച്യുതൻ മേശിരിയുണ്ടായിരുന്നു. എന്റെ വീടിന്റെ പാലുകാച്ചിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു. ഒരു സമുദായക്കാർ പറയുന്നു നാം അവര് പെട്ടതാണ്. ഇത് വാസ്തവത്തിന് വിരുദ്ധം. ഈ ഒരു വാചകം ഞാനൊരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് ആലുവ അദ്വൈതാശ്രമ പാഠശാല കാണാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മരച്ചുവട്ടിൽ ഒരു നീളം കൂടിയ പലകയിൽ അത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ എഴുതിയിട്ടുണ്ട്, കൊല്ലം പട്ടത്താനും വിളമ്പൻ ഒരു നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ഞാൻ ഈ ഒരു 2-3 വർഷം മുമ്പ് വീണ്ടും ആശ്രമത്തിൽ പോയി. അപ്പൊ അതുകൊണ്ട് വളരെ വിദഗ്ധമായി ആ പലക എടുത്ത് ദൂരം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അവിടെ ഇല്ല കാലം. അപ്പൊ ആ കാലത്ത് തന്നെ അദ്ദേഹം ഇതോടുകൂടി ജാതിയും മതവും ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്റെ മാനവീയതയിലേക്ക് വരിക. മാനവീയതയിലേക്ക് വരുന്നതാണ് നമ്മുടെ സഹോദര സംഘം. ആ സഹോദര സംഘത്തിന്റെ ഫലമായിട്ടാണ് അരിപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം പടിഞ്ഞാറ് വശപ്പാതിന് കുളിമുറി പോലിരിക്കുന്ന മുഖത്തട്ടില്ലാത്ത ഒരു ചെറിയ പുറത്തിട്ട് ചുവരുകളെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന മാതൃകാ സ്ഥാനമാണ്.
എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് കേരളം അല്ലെങ്കിൽ അവിടം അല്ലെങ്കിൽ ലോകം മുഴുവൻ സഹോദരന്മാരാണ്, അല്ലാതെ ഒരു ജാതിയില്ല എന്നതിന്റെ പ്രതീകമാണ്. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥ നയിക്കുമ്പോഴാണ് ഈ സഹോദര സംഘത്തിൽ വെച്ചിട്ട് തന്നെ 1914 നാരായണ ഒരു SNDP യോഗത്തിന് രാജിവെക്കും. നാം SNDP യോഗത്തെ വിട്ടിരിക്കുന്നു ഒരു പാട്ട്. അങ്ങനെ ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം ധർമ്മസംഘ ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട്. ധർമ്മസംഘ ട്രസ്റ്റ് രൂപീകരിക്കുന്ന അന്നത്തെ ആദ്യത്തെ SNDP യോഗത്തിന്റെ ആദ്യത്തെ പിളർപ്പ് നാരായണ ഗുരുവിനെ തന്നെ സംഭവിച്ചു എന്നുള്ളത്. നാരായണ ഗുരു തന്നെ ഇതിന് ബദൽ സംഘടന ഉണ്ടാക്കി. അതാണ് ധർമ്മസംഘ ട്രസ്റ്റ് സന്യാസിമാരുടെ സംഘത്തിന്റെ അവരുടെ കുടുംബസ്ഥ അവകാശം. അപ്പൊ അതിന് ബൈല തയ്യാറാക്കുവാൻ അന്നത്തെ ഏറ്റവും മുതിർന്ന യുക്തിവാദിയായ രാമവർമ്മ തമ്പാനെയാണ് ഈ ഗുരു അഭ്യർത്ഥി. കാരണം രാമവർമ്മ തമ്പാൻ അന്നത്തെ BA എഴുതിക്കാനായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നല്ലപോലുള്ള ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ഈ ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഒരു കണ്ടീഷൻ, ഇത് സഹോദര ഭാവേന ഉള്ള ആർക്കും ഈ സംഘടന എന്നാണ്, അതൊന്ന് അടിയവരയിട്ട് എഴുതിയേക്കണം. അങ്ങനെ ഈ സഹോദര സങ്കല്പം നാരായണ ഗുരുവിന്റെ മനസ്സിൽ ഉയരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരപ്പെട്ട ഒരാളായ അയ്യപ്പൻ സഹോദരൻ എന്ന് പറഞ്ഞ പത്രം തുടങ്ങുന്നത്. അയ്യപ്പൻ ആ പേര് കിട്ടുന്നത് സഹോദര പത്രം നടത്തിയതാണ്. അപ്പൊ ആ സഹോദര സങ്കല്പം നേരെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ജാതിക്കെതിരായി ചില പ്രവർത്തനങ്ങൾ നടത്തണം. അതിനു വേണ്ടി അയ്യപ്പൻ അന്ന് തന്നെ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടായിരുന്നു. വലിയ കച്ചുകൊണ്ട് വലിയ വികൃത രൂപം ഉണ്ടാക്കിയത് അതിന് ജാതി രാക്ഷസൻ എന്നുള്ള പേര് കൊടുക്കുക. പേരടി വെട്ടിക്കെട്ട് കുറെ ആൾക്കാർ സംഘടിപ്പിച്ചിട്ട് ഘോഷയാത്രയെ ഈ റോഡിൽ കൂടെ നടന്നു വന്നിട്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ യോഗം സംഘടിപ്പിച്ചിരിക്കുക. അവിടെ ചെന്നിട്ട് ഈ കച്ചി കൂട്ടം വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രസംഗമാണ്. ഇവനെ അറിയാവുന്നതിനൊക്കെ ഇവനിക്ക് നമ്മളെ മനുഷ്യരെ അല്ല പല തട്ടുകളായി വേർതിരിച്ചവനാണ്. ഇവൻ നശീകരണം ഉണ്ടാക്കിയവനാണ്, കലാപം ഉണ്ടാക്കിയവനാണ്. യവനിവിടെ ജീവിച്ചിട്ടോടാം, യവനെ ഉന്മൂലനം ചെയ്യണം, അതുകൊണ്ട് കത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ കത്തിച്ചു. ഇങ്ങനെ ഈ പരിപാടി പലർത്തും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ വ്യാപൃതരായിരുന്നു ആ കാലഘട്ടം. അപ്പൊ ഈ ശരിക്ക് സുമന്റെ അച്ഛന്റെ മനസ്സിൽ ഈ സഹോദര സങ്കല്പം ഉണ്ടായിരുന്നു. ഈ സഹോദര സങ്കല്പം മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഒരു പേര് അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ തന്റെ മകന് സുമനൻ എന്ന പേര് കൊടുത്തു. നമ്മളെ എല്ലാ നല്ല സുഹൃത്തുക്കളെയും എല്ലാ വേണ്ടപ്പെട്ടവരെയും നമ്മൾ സംബോധന ചെയ്യുന്നത് സുഹൃത്തെ എന്നാണ്. സുഹൃത്തെ എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവനെ, നല്ല ഹൃദയമുള്ളവനെ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവനെ. പക്ഷെ ഇതൊരു അന്ധവിശ്വാസം. കാരണം ശാസ്ത്രീയമായ ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ കാലത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ തലവേദനയോ ടെൻഷനോ ഒക്കെ വരുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിചാരം മനസ്സിരിക്കുന്നത് നെഞ്ചിലാണ്. അപ്പൊ ഈ ധാരണയിൽ നിന്നാണ് സുഹൃത്ത് എന്ന് പറയുന്ന വാക്ക് അല്ലെ ആ സങ്കല്പം ഭാഷയിൽ നമ്മുടെ സംസ്കാരത്തിൽ പിറന്നു വേണം. അപ്പൊ ഈ സുഹൃത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇത്തരം അശാസ്ത്രീയത ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് സുമന്റെ അച്ഛൻ സുമനന് സുഹൃത്ത് എന്ന് പേരുണ്ടാക്കുന്നത്. കാരണം ആ അന്ധവിശ്വാസത്തിൽ കൂടെ അടിസ്ഥാന ബോധം സുമനന്റെ അച്ഛനുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് സുമനനെ സുഹൃത്തെ എന്ന് തന്റെ മകന് പേരിടാതെ മനസ്സ് എന്ന് പേരിട്ടു. നല്ല മനസ്സുള്ളവനെ ഭാവിയിൽ അദ്ദേഹം ഒരു നല്ല മനസ്സുള്ള മനുഷ്യനായി മാറിയിട്ടുണ്ട്. അപ്പൊ ആ പിതാവിന്റെ ആ കാഴ്ചപ്പാട് എത്രയോ ആഴത്തിലുള്ളതായിരുന്നോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടത്. അദ്ദേഹം അതിനുപരി നല്ല ചിത്രകാരനായിരുന്നു. ചിത്രകാരൻ എന്ന് പറയുമ്പോൾ
കവിയുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സിനിമ നിർമ്മിക്കുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഷ എഴുത്തും വായനയും പ്രസംഗമല്ല. അദ്ദേഹത്തിന് അത് ചെയ്താൽ ചിലപ്പോൾ ചോദിക്കൊന്നും വരുന്നില്ല, സഹിക്കും. പക്ഷേ സിനിമയിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മീഡിയ. സാഹിത്യ പേനയിലൂടെയാണ്. കവിയും അതുപോലെ പേനയിലൂടെയാണ് എന്ന് പറയുമ്പോൾ ചിത്രകാരൻ അവന്റെ ആശയം അല്ലെങ്കിൽ സമൂഹത്തിന്റെ നൊമ്പരങ്ങൾ അവൻ അവതരിപ്പിക്കുന്നത് ബ്രഷ് എടുത്തിട്ട് ചായം തൊട്ട് പാപങ്ങൾ സൃഷ്ടിച്ചോണ്ടാണ്. അതൊരു നിസ്സാര ജോലിയല്ല. അത് ലോക ചരിത്രത്തിൽ നമ്മുടെ പുരോഹിതന്മാരെയും ദേവന്മാരെയും മാത്രമേ ചിത്രങ്ങളായി വരയ്ക്കാവൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ മനുഷ്യന്റെ മുഖഭാവം, മനുഷ്യന്റെ നൊമ്പരങ്ങൾ, വിവിധ ഭാവങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ മൊണ്ണാൻസ എന്ന് പറയുന്ന ആ ചിത്രം വരച്ചുകൊണ്ട് ഡാവിഞ്ചിയെന്ന് രംഗത്ത് വരുന്ന ആദ്യത്തെ സംഭവം. അപ്പൊ ആ ചിത്രത്തിന്റെ പ്രാധാന്യം ഇന്നും കാലഘട്ടങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നു. ചിത്രകാരന്റെ ചിത്രത്തിന് ആ ശക്തിയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാ രവിവർമ്മ വിശ്വപ്രസിദ്ധ ചിത്രകാരനാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് കൊട്ടാരത്തിൽ കരി കൊണ്ട് ചുവരുകളിൽ ചിത്രങ്ങൾ വെച്ചുവെക്കുമായിരുന്നു. പക്ഷേ അറിയാവുന്ന മാതാപിതാക്കൾ ശകാരിച്ചില്ല. അദ്ദേഹം അവസാനം വിശ്വപ്രസിദ്ധനായ ചിത്രകാരനായി മാറി. ഒരുപക്ഷെ സംസാരം വീട്ടിലെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അത് പക്ഷെ ഓർക്കാൻ നമുക്ക് ഇതൊരു വഴിയില്ല. അങ്ങനെ വരുമ്പോൾ സോമനസാർ ഒരുപക്ഷെ പടങ്ങൾ വരച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കൊണ്ടൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം നമ്മുടെ മൈക്കിന്റെ ശല്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ആ മൈക്കിന്റെ ശല്യം ഉണ്ടായപ്പോഴായിരിക്കും അദ്ദേഹത്തിന് അക്കാര്യത്തിലൊരു ചിന്ത മനസ്സിൽ ഒരു മുള പൊട്ടിയത്. അതിന് ഫലമായിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. വരയ്ക്കപ്പോൾ നിസ്സാരമല്ല ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത്. മൈക്ക് കെട്ടി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ അയൽ വീട്ടിലാണെങ്കിൽ അയൽ വീട്ടിലെ തെങ്ങിന്റെ മണ്ടയ്ക്കാണ് കോളാമ്പി ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് നേരം പഴുക്കുന്നവരെ മണ്ണായിരിക്കും. അപ്പൊ ആ ഒരു കാലം കഴിഞ്ഞു. അപ്പൊ ഈ മൈക്കിന്റെ ശല്യം ഭീകരമായി മാറിയത് മതസ്ഥാപനങ്ങളെതിരാണ്. നമ്മുടെ കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു സ്ഥാപനത്തിൽ മൈക്ക് അല്ലെങ്കിൽ ഉത്സവം ആവശ്യമായി വരുമ്പോൾ ആ മൈക്ക് ആ കോമ്പൗണ്ടിലോ ആ പ്രദേശത്തോ മാത്രം ഒതുങ്ങാതെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ കിലോമീറ്റർ കണക്കിന് റോഡിൽ പൊതുജനങ്ങൾക്ക് മുഴുവൻ ശല്യം ഉണ്ടാകാത്ത രീതിയിൽ മൈക്ക് കെട്ടിവെച്ച് കത്തിക്കുക. ഇതിന്റെ ആവശ്യത്വമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധി ആവർത്തിച്ചപ്പോൾ സുമനൻ സാർ ചിന്തിച്ചു, ഇതിനൊരു അറുതി ഉണ്ടാകുമല്ലോ. അതിനുവേണ്ടി അദ്ദേഹം നിയമങ്ങൾ എന്തെങ്കിലും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയ നിയമങ്ങളുണ്ടോ എന്ന് വിദഗ്ധരായ അഭിഭാഷകന്മാരുമായി ആലോചിച്ചിട്ടുണ്ടാകും. അപ്പൊ അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് സുപ്രീം കോടതിയുടെ തന്നെ അന്നത്തെ ഒരു വിധിയുണ്ട്. പിന്നെ 85 കാലഘട്ടത്തിലുണ്ടായ മറ്റു ചില വിധികളുണ്ട്. ഇതൊക്കെ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ മൈക്ക് വയ്ക്കാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും പ്രധാന പ്രശ്നങ്ങളുണ്ടെങ്കിൽ 12 മണി വരെ ചില സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ശല്യം ഉണ്ടാകുന്ന ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുത്താൽ 5 വർഷം തടവുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ 5 വർഷം 1 ലക്ഷം രൂപയും ചേർത്ത് ശിക്ഷയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ സുമനൻ സാർ മനസ്സിലാക്കിയിട്ടായിരിക്കണം അദ്ദേഹം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ കോടതിയെ സമീപിക്കുന്നത് നിലവിലിരിക്കുന്ന നിയമങ്ങൾ ശരിയായ രീതിയിൽ പോലീസ് നടപ്പിലാക്കുന്നില്ല. നിയമമുണ്ട്, പക്ഷെ പരിഹാരമില്ല. അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കോടതിയിൽ നിന്നുണ്ടാവണം.
അതിന്റെ ഫലമായി 2001 അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസിന്റെ നമ്പര് 151/97/2001. അതിലൂടെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ ഹർജിയിന്മേൽ അന്നത്തെ പ്രധാനപ്പെട്ട ഹൈക്കോടതി അഭിഭാഷകനായ ബാലസുബ്രഹ്മണ്യവും രാമേന്ദ്രനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൽ പറയുന്നത് കേരളത്തിലെ ഈ ശബ്ദത്തെ നിയന്ത്രിക്കുന്നതിനായി 4 സോണലുകൾ വേർതിരിക്കണം. എന്നിട്ട് എത്ര ഡെസിമൽ ഉപയോഗിക്കാം എന്നുള്ളത് വ്യക്തമാക്കണം. മാത്രമല്ല ഓരോ ഏരിയ നിർണയിച്ചതിന് ശേഷം ആ ഏരിയകളിൽ ബോർഡ് വെക്കണം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഇത് പ്രകാരം ഇപ്പോൾ ഈ നടപടി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ബോർഡൊന്നും നമുക്ക് കാണാനില്ല. പോലീസ് ഇപ്പോൾ ചില ഒഴിവുകൾ പറഞ്ഞിട്ട് ഇത് ശരിയായ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത്. അപ്പം സുമരൻ സാർ ചെയ്ത മഹത്തായ സംഭാവന എന്ന് പറയുന്നത് അത് ചെറുതല്ല, വളരെ 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 വലിയ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഈ നിയമങ്ങൾക്ക് സോണൽ സമ്പ്രദായം കൊണ്ടുവരണമെന്ന് പറയുകയും, അതായത് ജനവാസ മേഖല, നിശബ്ദ മേഖല, ഇൻഡസ്ട്രിയൽ മേഖല, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 മേഖലകളായി നമ്മുടെ സമൂഹത്തെ വേർതിരിക്കണമെന്ന വിധി ഉണ്ടായത് സുമൻ സാർ കൊടുത്ത കേസ് ഹർജിന്മേൽ. ആ കേസ് നമ്പറാണ് കൊടുത്തത്. അപ്പൊ ഇത്രയും വലിയൊരു സംഭവം ചെയ്യുകയും പിന്നീട് അദ്ദേഹം ഇതിൽ തന്നെ സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം ആകുമ്പോൾ അവിടെ വേറൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഞാൻ ഇതുവരെ പോയപ്പോൾ 2 ദിവസത്തെ ക്യാമ്പായതുകൊണ്ട് 1-ാം ദിവസം സാറിന്റെ വീട്ടിൽ താമസിക്കാൻ ഇടയായി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ മീറ്റിംഗിൽ ഇറങ്ങുമ്പോൾ ഒരു ഫോണിലേക്ക് വിളി വരിക. ഇതൊക്കെ എടുത്തു വെച്ചു സംസാരിക്കാത്ത പുള്ളി അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പകരുകയില്ല. നിങ്ങൾക്ക് പരാതി വന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റു നാടുകൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട്. പിന്നീട് അറിയുന്നത് അടുത്തുള്ള ഒരു മതസ്ഥാപനത്തിനെതിരെ പുള്ളി കൊടുത്ത പരാതിയാണ്. അപ്പൊ ഈ വയസ്സ് 87 ചെല്ലുമ്പോഴും അദ്ദേഹം തുടങ്ങി വെച്ച ആ കർമ്മ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം സുരസാരം ഒരു പത്രസമ്മേളനമാണ്. അത് നമ്മുടെ ജ്യോതിഷകർമ്മക്കെതിരെയായിരുന്നു. അതായത് ദിവ്യശക്തി കൊണ്ടെന്ന് തെളിയിക്കുന്ന ഏതൊരു ജ്യോത്സ്യന്മാർക്കും ഏതൊരു അമാനുഷികന്മാർക്കും 10 ലക്ഷം രൂപ ഇതാണ്. ഇത് പഴയ കാലത്തൊക്കെ ഏറ്റിക്കോവിന്റെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായിരുന്നു. 22ഓളം വ്യവസ്ഥകൾ അത് വെച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ പര്യടനം നടത്തി അനവധി യോഗങ്ങൾ സംഘടിപ്പിച്ച് മീഡിയയിൽ പ്രധാനപ്പെട്ട വാർത്തയായി നടന്ന ഒരു കാലഘട്ടം മുമ്പോട്ട്. അപ്പൊ അത് ഇപ്പം ആസറ്റാണ്. അത് സുമൻ സാർ ഒരു വിഷയം എടുത്തുകൊണ്ടായിരിക്കാം പത്രസമ്മേളനം നടത്തി. അത് പ്രധാനമായും അദ്ദേഹം സുമൻ സാർ ആവശ്യപ്പെട്ടത് ജ്യോത്സ്യന്മാർക്കെതിരെയുള്ള യുദ്ധമായി. ജ്യോത്സ്യന്മാരെ പറയുന്ന പ്രഖ്യാപനങ്ങൾ ശരിയല്ല, തട്ടിപ്പാണ്, ഇത് അവസാനിപ്പിക്കണം, വ്യവഹാരം ചെയ്യണം, ഇതൊക്കെ അടിസ്ഥാന ഡിമാൻഡ്. അതിന് കാരണം എന്ന് പറയുന്നത് ജ്യോതിഷം നമുക്കറിയാം 16ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായിരുന്ന മാനശാസ്ത്രമാണ്. അത് സൗരയോ സിദ്ധാന്തം കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി ഭൗമയുഗ സിദ്ധാന്തം നിരാകരിക്കുന്നത്. പിന്നെ കുറച്ച് സൈക്കോളജി കുതന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവരെ ആൾക്കാരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തട്ടിപ്പ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ജ്യോത്സ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ പണം വരുന്ന ഒരു അന്ധവിശ്വാസം. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ വളർത്തുന്നതിന്റെ എല്ലാം പ്രധാന കാരണക്കാര് ബോധമോഹം ചെയ്യുന്നത് ജ്യോത്സ്യന്മാർ. അപ്പം ഇവരുടെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം തോന്നുന്നത് ഈ ജാതകപ്പൊരുത്തം. നമ്മുടെ നാട്ടിൽ നിരന്തരം കല്യാണാലോചനയാണല്ലോ. പെണ്ണും ചെറുക്കനും കല്യാണം ആലോചിക്കുമ്പോൾ എത്ര പുരോഗമനമര്യാദകളും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ജ്യോത്സ്യനടുത്ത് പോയി കുറിപ്പടി മേടിക്കും. അപ്പൊ ജ്യോത്സ്യം ഇപ്പം വെച്ചിരിക്കുന്നതിന് വ്യവസ്ഥ, നിങ്ങൾ ഒരു കുറിപ്പടിക്ക് വന്നാലും 3 കുറിപ്പടി വരെ
500 രൂപയ്ക്ക് എഴുതി. അപ്പൊ നമ്മള് ചുരുങ്ങിയത് 3 ആഴ്ചയായിട്ട് വേണം നമ്മളെ ജ്യോത്സ്യനെ കാണാൻ പോയി 3 നക്ഷത്രം. അപ്പം ഈ പൊരുത്തം എന്ന് പറയുന്ന സംഗതിയില് ഏകദേശം ജ്യോതിഷ ഗ്രന്ഥത്തിൽ 40ഓളം പൊരുത്തങ്ങൾ പറയുന്നു. ഈ 40ഓളം പൊരുത്തങ്ങളിൽ ആദ്യത്തെ 10 പൊരുത്തം മാത്രമാണ് ഇവർ നമ്മുടെ പൊരുത്തം, കല്യാണ പൊരുത്തം പറയുന്നത്. ഇതിൽ 5 ഉണ്ടെങ്കിൽ കഷ്ടിച്ച് ജയിച്ചു, 5 മേളിപ്പായി ജയിച്ചു, 5 താഴെയാണെങ്കിൽ ഈ പൊരുത്തമില്ല. അപ്പൊ അത് രാശിപ്പൊരുത്തം, രാഷ്ട്രാധിപ പൊരുത്തം, മകേന്ദ്ര പൊരുത്തം, ഗണപ്പൊരുത്തം, നിലപ്പൊരുത്തം, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ പൊരുത്തങ്ങളുണ്ട്. ഈ പൊരുത്തങ്ങളിൽ ഈ 10 ഇവർ ഉപയോഗിക്കുന്നത്. ഇത് പലപ്പോഴും ഇതിനകത്ത് 16ാമതായി പൊരുത്തം പറയുന്നുണ്ട്. അത് മനപ്പൊരുത്തം. ജ്യോതിഷത്തിൽ തന്നെ പറയുന്നു, ആദ്യത്തെ 10 പൊരുത്തങ്ങളില്ലെങ്കിലും വിഷമിക്കണ്ട, മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ വധുവരന്മാർക്ക് കല്യാണം നടത്താവുന്നതാണ്. അപ്പൊ ജ്യോതിഷത്തിൽ തന്നെ പറയുമ്പോൾ മനപ്പൊരുത്തം ഇതിന്റെ കാര്യം. എങ്കിൽ പിന്നെ മനപ്പൊരുത്തം മാത്രം നോക്കിയാൽ പോയി, ആദ്യത്തെ 10 നോക്കണം. എന്നിട്ട് ഇതിന്റെ പാപപരിഹാര കർമ്മം പറയുന്നു. അതായത് പൊരുത്തമില്ലാത്ത കേസുണ്ടെങ്കിൽ, ഇപ്പോ രാശി പൊരുത്തമില്ല, അതിന് ചെയ്യേണ്ടത് സ്ത്രീയുടെയും പുരുഷന്റെയും രൂപം ഉണ്ടാക്കി ഉമാമഹേശ്വര പൂജ നടത്തി സ്വർണം കൊണ്ടാണ് രൂപം ഉണ്ടാക്കുന്നത്. ഈ സ്വർണ്ണ രൂപം ബ്രാഹ്മണന് ദാനം ചെയ്യുക. പിന്നെ ജോലിപ്പൊരുത്തം പറയുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് കാമധന്യവിന്റെ രൂപം ഉണ്ടാക്കി, സ്വർണം കൊണ്ട് രൂപം ഉണ്ടാക്കി ബ്രാഹ്മണ ദാനം ചെയ്യുക. ഇങ്ങനെ ഏത് പൊരുത്തമില്ലായ്മയ്ക്കും പരിഹാരമായി ഈ ദേവതകളുടെ പേര് പറഞ്ഞിട്ട് സ്വർണം കൊണ്ട് പ്രതിമ ഉണ്ടാക്കി ബ്രാഹ്മണന് ദാനം ചെയ്താൽ എല്ലാ പൊരുത്തക്കേടും മാറുമെന്നാണ് നമ്മുടെ ജ്യോതിഷഗ്രന്ഥം പറയുന്നത്. പക്ഷെ ഇതൊന്നും തന്നെ ഈ കച്ചവടക്കാർ വെളിപ്പെടുത്താറില്ല. അപ്പൊ ഈ ആദ്യത്തെ ഈ 10 പൊരുത്തക്കേട് ഉള്ളവർക്ക് പാപപരിഹാര കർമ്മം സ്വർണം കൊണ്ട് ബ്രാഹ്മണനെ കൊടുക്കണമെന്ന് വേറെ ആർക്കും അല്ല പറയുന്നത്. അപ്പൊ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള വ്യക്തം. ബ്രാഹ്മണൻ ഉണ്ടാക്കിയതാ പാവം പിടിച്ചപ്പോ ജനങ്ങളെ പറ്റിക്കാനാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ ഒരിക്കൽ നമ്മുടെ അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പത്നിയും അദ്ദേഹത്തിന്റെ പത്നി അടുത്ത സുഹൃത്തുക്കളായിരുന്നു, നമ്മൾ അറിയുന്നത് മേഖല ജോലി ചെയ്യുന്നവരൊക്കെയാണ്. ഒരിക്കൽ കൊല്ലത്തുള്ള ചവറ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യൻ ഒരു പത്ര വാർത്ത കൊടുത്തു. അതായത് അച്യുതാനന്ദൻ അന്ന് അധികാരിയില്ലാതിരിക്കുന്ന കാലം. അച്യുതാനന്ദൻ ഇപ്പോ കാളസർപ്പയോഗമാണ്. കാളസർപ്പയോഗമായതുകൊണ്ട് അച്യുതാനന്ദൻ ഈ പ്രാവശ്യം ജയിച്ചാൽ പാർട്ടി നോക്കും, പാർട്ടി ജയിച്ചാൽ അച്യുതാനന്ദൻ നോക്കും. പക്ഷെ സംഭവം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ രണ്ടുപേരും ജയിക്കുകയാണ്. അതുപോലെ ഒരു ട്രെയിൻ അപകടം ഉണ്ടായി. 300ഓളം പേര് ട്രെയിനിൽ മരിച്ചു. ഒരു പത്രപ്രവർത്തകൻ രക്ഷപ്പെട്ടവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ജാതകമൊക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഒരു വരം പറഞ്ഞു, ഉണ്ടായിരുന്നു സാർ, എന്റെ വൈഫ് 80 കഴിഞ്ഞ് മരിക്കത്തുള്ളതാണ് ജാതകത്തിൽ എന്റെ. പക്ഷെ അവള് ഇങ്ങനെ പറയുന്ന കുറേയേറെ കാര്യങ്ങള് അതിൽ അനാവരണം ചെയ്ത. അങ്ങനെ ജ്യോതിഷത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലെ അപാകതകൾ അറിയാവുന്നതുകൊണ്ട്, തട്ടിപ്പാടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിലെ മുതിർന്ന യുക്തിവാദികളൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോഴും ഇടപെടുന്നുണ്ട്. എന്നാൽ സുമന സാറിന് പ്രധാനമായി ഇടപെടണമെന്ന് വിചാരിച്ചോട്ട് അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ്. അതുപോലെ സുമൻ സാറ് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സമ്പ്രദായം, ഹിപ്നോട്ടിസം വലിയ അത് ചില ആൾക്കാര് ഒരു വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ ഒരു പരിവേഷത്തോടെ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടെ ശാസ്ത്രീയമായ മുഖമുണ്ടെന്നുള്ള ഇതിൽ അദ്ദേഹം ചില കോഴ്സുകൾ നടത്തുകയും അത്തരം ചില ബോധവൽക്കരണം നടത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുള്ളതായി അറിയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ചിത്രരചന കാലത്ത് തന്നെ നമ്മുടെയൊക്കെ സമ്മേളനത്തിലൊക്കെ പണ്ടുവരുമ്പോൾ തന്നെ സുമൻ സാർ ഒരു കെട്ട് പോസ്റ്ററുണ്ട്. ആ പോസ്റ്ററിലൊക്കെ തന്നെ ആനുകാലമായി പ്രതിഷേധിക്കേണ്ട ശക്തമായ വാചകങ്ങൾ അതിനെതിരെ ആണ് കൊണ്ട് സമ്മേളനത്തിൽ കൊണ്ടുവന്നൊക്കെ അത് നിരത്തി ഇടുമായിരുന്നു, പൊട്ടിക്കുമായിരുന്നു. ഇതൊക്കെ നിരന്തരം ചെയ്യുമായിരുന്നു.
അപ്പം അടുത്ത കാലത്ത് മാർപ്പാപ്പാർക്കും മറ്റുമൊക്കെ വിദഗ്ധമായ ചികിത്സ ലഭിക്കുന്നതും കുടിയാന്മാർക്ക് സാധാരണ കരിസ്മാറ്റിക് ചികിത്സകളുമാണ് ലഭിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മനോഹരമായ പോസ്റ്റർ അദ്ദേഹം രചിക്കുകയും അതാണ് അദ്ദേഹം നടത്തിയിരുന്ന പോസ്റ്റർ വിപ്ലവം. അദ്ദേഹത്തിന് പല കാര്യങ്ങളും വിപ്ലവകരമായ പല ചിന്തകളും അദ്ദേഹം അത് ഉപയോഗിക്കാൻ സ്വീകരിച്ച മാധ്യമം പോസ്റ്ററിങ്. അത് നിസ്സാര കാര്യമല്ല. അങ്ങനത്തെ സംഘടനക്കാര് എത്രയോ പോസ്റ്ററിലുള്ള ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത് പ്രതിഷേധിക്കുന്നത്. അത് പലപ്പോഴും സമരക്കാര് ഒറ്റയ്ക്കുമൊക്കെ കൂടുതൽ ചെയ്തത്. ചില ആൾക്കാരെ അസുഖാന്നൊക്കെ പറയുന്നത് സാറിന് ഒറ്റയാൽ പ്രതിഷേധിയാണ്. പക്ഷെ അതിനുപരി അതേപോലെ വീട്ടിൽ എപ്പോഴും ഒരു സംഘടന ഉണ്ടായിരുന്നു. സംഘടനയുടെ ഭാഗമായത് ഇടക്കോ പിണക്കമൊക്കെ പലപ്പോഴും ഉണ്ട്. എങ്കിലും ഒരു സംഘം എപ്പോഴും അദ്ദേഹത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത്. പലരും പല സംഘടനയെ പ്രവർത്തിക്കുമ്പോൾ എല്ലാ 27 മണിക്കൂർ സജീവമായി പ്രവർത്തിക്കുന്നവരല്ല എല്ലാ അംഗങ്ങളും. അതേ ടീം വർക്കർമാരായിരിക്കുന്ന സെക്രട്ടറി, പ്രസിഡന്റോ, ട്രഷറോ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരാണ് 24 hours കുത്തിയിരുന്ന് പണിയുന്നത്. അവരായിരിക്കും ഇതിനുള്ള എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്, ഹാൾ ബുക്ക് ചെയ്യുന്നത്, നോട്ടീസ് അടിക്കാൻ പോകുന്നത്, പ്രിന്റ് ചെയ്യുന്നത്, ഇതിന് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ സമരക്കാരൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പൊതുജനങ്ങൾ കാണുന്നത് ഇദ്ദേഹം തന്നെ എപ്പോഴും ഇതെല്ലാം കിട്ടുന്നു, അയ്യൊരു ഒറ്റയാനാണ് എന്ന് കാരണം ഉണ്ടായിരിക്കാം. പക്ഷെ അത് ശരിയാവണമെന്നില്ല. ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നവർക്ക് അതിന് ധാരണ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹം കേരളത്തിലെ അദ്ദേഹത്തിന് ഒരു 50ാം വാർഷികം ആഘോഷിച്ചു. പോരാട്ടത്തിന്റെ 50ാം വർഷം എന്ന് അതിന് പേര്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുക്കൾ എന്ന പരിപാടി ആലപ്പുഴയിൽ സംഘടിപ്പിച്ചത്. അപ്പൊ വിവിധ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ചിലർക്ക് സമ്മാനം കൊടുക്കുന്ന ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയതിന് ഒരു ശ്രദ്ധേയമായ ഐറ്റം ഉണ്ടായിരുന്നു. കേരളത്തിലെ യുക്തിവാദ പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നവരെ വിളിക്കുകയും അവർക്ക് പ്രത്യേക കണ്ണാടി ഫ്രെയിം ഇട്ട ഒരു പ്രശസ്തി പത്രം പോലെ സാധനം കൊടുക്കുകയും എന്തോ ചെറിയ ഈ ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. അപ്പൊ ഇത് അതേ ചെയ്യുണ്ടായി. നമ്മുടെ AB ജോസ് തൃശ്ശൂരുള്ള യുക്തി വിചാരം എന്ന് പറയുന്ന മാസിക ദീർഘം നടത്തിയിരുന്നവരാണ്. പിന്നെ എറണാകുളത്തുള്ള മറ്റൊരു സുഹൃത്ത് എനിക്ക് ഒക്കെ കിട്ടുകയുള്ളു. അപ്പൊ ഇത് അതേ ഒരുപക്ഷെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഈ മാസിക നടത്തുന്ന കാലത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരാൾ തന്നെ ആണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അതിന്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഒരാളാണ്. അയാൾ തന്നെയാണ് എഡിറ്റോറിയൽ ബോർഡും സാഹിത്യവും എല്ലാം റെഡിയാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഇതിന്റെ തപാല് പ്രസിപ്പൊക്കെ കാശുണ്ടാക്കല്, കാശ് പിടിപ്പ്, ഇതെല്ലാം. അപ്പൊ ചുരുക്കത്തിൽ ഒരു ചെറിയ മാസം നടത്തുന്നയാള് 5 പേരുടെ ജോലിയാണ്. 5 പേരുടെ ജോലി ഒരാൾ ആണ് ചെയ്യുന്നത്. മാത്രമല്ല മാസം നേരം കുറഞ്ഞത് 5000 രൂപ വെച്ച് കഴിയുന്നു. ഈ 5000 രൂപ തിരിച്ചു വെച്ചിട്ടില്ല. കേരളത്തിലെ പീരിയോഡിക് ലഭിക്കുന്ന എല്ലാ കടകളിലും നമ്മുടെ പ്രസിദ്ധീകരണം എത്തുന്നുണ്ട്. ആ സവാരി അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ കാശ് നമ്മൾ വാങ്ങിക്കാൻ പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ കാസർഗോഡോ അല്ലെങ്കിൽ വയനാടോ പാലക്കാടോ പോയി 150 രൂപ മേടിക്കാനായി 500 രൂപ ചെലവാക്കിയാൽ 100 രൂപ വാങ്ങിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ശാശ്വതമായി ആ കാശ് ഉപയോഗിക്കുകയും പ്രശ്നങ്ങളായി. അപ്പൊ ഇങ്ങനെ ഉള്ള നഷ്ടങ്ങളൊക്കെ ആശ്രയിച്ചിട്ടുള്ളത് പണ്ട് ഈ പ്രസംഗങ്ങൾ നടത്തി വെക്കുന്നു. ഇന്ന് അതിന്റെ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇപ്പൊ ഇനി നമ്മുടെ പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന സാധനം ഇപ്പൊ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രം ഓഫീസിൽ നിന്ന് 20 പേരെ പിരിച്ചുവിട്ടായിരിക്കും. പിന്നെ അമേരിക്കയിലെ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന 100 വർഷം പഴക്കമുള്ള ഇതിഹാസ പത്രത്തിൽ നിന്ന് 300 പേരെ പിരിച്ചുവിട്ടായിരിക്കും. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ ഓഫീസിലിരിക്കുന്ന എഡിറ്റർ ബോർഡ് അംഗങ്ങൾ കേരളത്തിലെ പ്രമുഖമായ ഒരു ഓഫീസിൽ പോയിട്ട് വരിസംഖ്യയായി നിങ്ങൾ ചേരണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട 1-2 പത്ര ഓഫീസിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നോട് തന്നെ പറഞ്ഞതാണ്, കട്ടിച്ച് 5 വർഷം കൂടി ഈ പത്രം പോകും.
എന്തായാലും അപ്പൊ എൻ്റെ അടുത്ത് സുഹൃത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് 3 വർഷം കഴിയുമ്പോൾ എനിക്ക് റിട്ടയർമെന്റ് ഉണ്ട്, അതുവരെ കുഴപ്പമില്ലാതെ പോവാം. അപ്പൊ ഇതാണ് നമ്മൾ പ്രിന്റ് മീഡിയയുടെ കാര്യം. കാരണം പ്രിന്റ് മീഡിയ തകരാൻ കാരണം ആദ്യകാലത്ത് നമ്മുടെ എഴുത്തുകൾ രേഖപ്പെടുത്തിയിരുന്നത് ശിലകളിലാണ്. ശിലകളിൽ നിന്ന് അത് ചെമ്പ് പട്ടയത്തിലേക്കും വെള്ളി പട്ടയത്തിലേക്കും മാറുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ടെക്നിക്കൽ സ്റ്റഡി കണ്ടുപിടിക്കുന്നു, പേപ്പറിലേക്ക് മാറുന്നു. അപ്പൊ ഈ മീഡിയങ്ങൾ മാറും, കല്ല് മാറുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഈ ലോകങ്ങൾ മാറുന്നു, ഓല, പനയോല വരുന്നു, പിന്നെ പേപ്പർ വരുന്നു. ഇതെല്ലാം വരുമ്പോൾ പഴയ തള്ളി കളഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ ഏറ്റവും എളുപ്പവും സൗന്ദര്യമുള്ളതിന് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്ഥാനത്ത് ഇപ്പോൾ ഡിജിറ്റൽ സമ്പ്രദായം വന്നിരിക്കുക. ഡിജിറ്റൽ വന്നുകൊണ്ട് പ്രിന്റ് മീഡിയ ഈ സമ്പ്രദായങ്ങൾ എല്ലാ മീഡിയകളും അവസാനിക്കുക. അപ്പോ ഇനി ഭാവി ഡിജിറ്റൽ അറിയാവുന്നവർ മാത്രം രക്ഷപ്പെടും. ഡിജിറ്റൽ അറിയാവുന്ന ഏത് ചെയ്യുന്ന ഏതൊരാൾക്ക് താമസിക്കും. അതാണ് അവസ്ഥ. അത് പ്രായം ചെന്ന ആൾക്കാരൊക്കെ അതുകൊണ്ട് ഒത്തിരി പഠിച്ചിട്ടൊക്കെയാണ് ഇപ്പം യൂട്യൂബ് നോക്കാൻ പഠിക്കുന്നതും ഫേസ്ബുക്കും പഠിക്കുന്നതും. ഇതെല്ലാം ഇപ്പൊ സജീവമായി കൊണ്ടുവന്നത്. അതിനെ രക്ഷയില്ല, പിടിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയായി. അപ്പൊ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളും ഈ 2 പേരെ കുറിച്ചും പറയാറുണ്ട്. ഞാൻ ഈ കേട്ടുകൊണ്ടുപോകുന്നത് കേൾക്കുന്നതിന് ഉചിതമാകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കാൻ വിചാരിച്ചേ. എല്ലാവരോടും നന്ദി പറയുന്നു.